എടി കഴുത, യു നോ വാട്ട്, നിന്നെ ആദ്യം കണ്ടപ്പോ തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല. മനസ്സിലായി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. കുറച്ചല്ല, കുറച്ചധികം സമയം എടുത്തു. ആയിക്കോട്ടെ, കുറച്ച് കൂടുതൽ സമയം എടുത്തു. ഐ ലവ് യു അമൂല്യ. നിന്റെ പ്രണയം മൊത്തം ഫോണിൽ പറഞ്ഞു തീർക്കല്ലേ. അല്ല, എന്തോ ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കേ, ഞാനും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇതാണ് എന്റെ കഴുതക്കുട്ടി. ഐ ലവ് യു അമൂല്യ. ഐ ലവ് യു ടു. നീ ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചേനെ. ഞാനും അതെ, നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നെ. ബൈ ബൈ. നാളെ നീ എന്തിനാ എന്നെ ക്ലയന്റ് മീറ്റിങ്ങിന് കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നാളെ കണ്ണൻചേട്ടൻ ഓഫീസിലേക്ക് വരുമല്ലേ. കണ്ണൻചേട്ടനെ നിനക്ക് അത്ര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, പോട്ടെ. നിനക്ക് എന്താണോ ഇഷ്ടം അത് നടക്കട്ടെ. ഞാൻ സമയത്തിന് റെഡി ആയിട്ടുണ്ട്. ബോസ് സമയത്ത് വരാത്തത് എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. എന്ത് പറ്റി മോളെ? കൊറേ നേരമായാലും വാച്ച് നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. അതല്ലച്ചാ, ഇന്ന് പുതിയൊരു ക്ലയന്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് വേദാന്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വേദാന്ത് തന്നെ എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യാന്നാ പറഞ്ഞിരുന്നേ. അതിനെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അത് ശരിയാണല്ലോ, വേദാന്തേട്ടന്റെ കൂടെ അല്ലേ നീ പോകുന്നേ? ട്രിപ്പ് പോകുന്ന പോലെ പോയിട്ട് വരാലോ. ഓഫീസുകാരിയാണെന്ന് അറിയാം, എന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താ? നീ ഒന്നും മിണ്ടാതിരിക്കെ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. വേദാന്ത് വർക്കിന്റെ കാര്യം വന്നാലേ ഒരു വലിയ രാക്ഷസന. കൂടെ ആരാ ഉള്ളെന്ന് പോലും അവൻ നോക്കില്ല. ഒരു മൂശയുടെ സ്വഭാവമായിരിക്കും. എന്നെ പറ്റിയാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ആണോന്നോ? ഞങ്ങൾക്ക് ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. എപ്പോഴും നിന്നെ പറ്റി തന്നെ സംസാരിക്കല്ലേ. അമ്മ, വേദാന്ത് വന്നോ മോളെ? അല്ല, വേദാന്ത് എപ്പോഴാ മോനെ എത്തിയത്? വാ, ഫുഡൊക്കെ റെഡിയാ. അയ്യോ, ഇപ്പൊ വേണ്ടമ്മേ, ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. അടുത്ത പ്രാവശ്യം എന്തായാലും കഴിച്ചിട്ടേ പോവുള്ളൂ. അമൂല്യ, നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങട്ടെ അമ്മേ? പോയി വരാ അച്ഛാ. അമ്മേ, അച്ഛാ പോയിട്ട് വരാം. നിന്റെ മോന്തയ്ക്കെന്ന ഒരു കനം. ഒന്ന് റിലാക്സ് ആയിക്കേ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ചിരിച്ചു കളിച്ചിറങ്ങാൻ. നമ്മൾ ടൂർ പോവൊന്നും അല്ലല്ലോ. വർക്കിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യം, കാർ പതുക്കെ ശ്രദ്ധിച്ച് ഓടിക്കണം. എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. കല്യാണം നടക്കാൻ പോകണമെന്ന കാര്യം ഒന്ന് ഓർത്താ നല്ലത്. ഒരുപാട് സ്പീഡൊന്നും വേണ്ട. ശരി, നടക്ക്. നീ നടക്ക്. വേണ്ടാത്തതൊക്കെ ചെയ്തത്. ആദ്യം നിക്ക്. ഇതൊക്കെ ഒട്ടിച്ചത് ഞാനാ. ഒന്നും എടുത്ത് മാറ്റണ്ട, എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ. സിദ്ധാർത്ഥ്, നീയാണ് ഇതൊക്കെ ഒട്ടിച്ചത്? സീരിയസ്ലി? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ സിദ്ധാർത്ഥ് നീ ഇതൊക്കെ ചെയ്യുന്നത്? കുഞ്ഞിന്റെ കാര്യമൊക്കെ ഇപ്പൊ മറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത ഞാൻ വീണ്ടും ഇതൊക്കെ ഓർക്കില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യ. നമ്മളിപ്പോ വേദനയാ മറക്കേണ്ടത്, അല്ലാതെ കുഞ്ഞിന്റെ കാര്യമൊന്നുമല്ല. സിദ്ധാർത്ഥ്, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. വീണ്ടും ഒന്ന് പ്രഗ്നന്റ് ആവാനുള്ള ധൈര്യം എനിക്കില്ല. നീ എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധരിക്കണം ആദ്യ. നമുക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ നീ പ്രഗ്നന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരമ്മയുടെ മനസ്സുണ്ടായാൽ മതി. എന്താ ആദ്യം മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാ നീ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥ്? നീ എന്തേ പറയുന്നേ? അത് എങ്ങനെയാണെന്ന് വെച്ചാ ഇങ്ങനെ. എന്താ ഇത്? ഇത് ചൈൽഡ് അഡോപ്റ്റേഷൻ സെന്റർ. ഞാൻ അവിടെ വിളിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളവിടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. പ്രോസസ്സിംഗ് ഒക്കെ നടക്കാൻ ഏകദേശം 3 വർഷമാവെന്ന് പറഞ്ഞ. കാര്യങ്ങളൊക്കെ ഓക്കെ ആവണമെങ്കിൽ നമുക്കൊരു കുട്ടി ദത്തെടുത്താൽ എന്താ പ്രശ്നം? വേണ്ട സിദ്ധാർത്ഥ്, എനിക്ക് ഇപ്പൊ ഇങ്ങനൊന്നും ചിന്തിക്കാനുള്ള മനസ്സ് വരുന്നില്ല. കുറച്ചുകൂടി എനിക്ക് സമയം വേണം. ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കും.
നിനക്ക് ആവശ്യമുള്ള സമയം എടുത്തോ ആദ്യം. ഇതിലൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിതൊക്കെ ചെയ്യുന്നത് തന്നെ നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്കൊക്കെ കുറച്ച് സമയം വേണം. നീ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. എന്താ ഓക്കെ അല്ലേ? ആക്ച്വലി നമ്മൾ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിലേ മുന്നോട്ട് നല്ല നല്ല ഓഫേഴ്സ് നമ്മുടെ കമ്പനിയെ തേടി വരും. അല്ലേ അമൂല്യ? എനിക്ക് നിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും അത് ശരിയായിരിക്കും. ആക്ച്വലി ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ പാറ്റേണിൽ അടക്കം ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറെന്റ് ആയ പാറ്റേൺ ആണ് കൊണ്ടുവരുന്നത്. ആൻഡ് ആ പാറ്റേൺ മാർക്കറ്റിലെ എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലാവണം. ആ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം. എന്തു പറയുന്നു? നമ്മൾ പുതിയതായിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നഷ്ടം വരരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തരുന്ന ജോലി ഞാൻ എന്തായാലും ചെയ്യും. ആ അതെന്താ? നിനക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലേ? ഇല്ലാന്ന് തന്നെ വെച്ചു. ശരി, കല്യാണത്തിന് ഡ്രസ്സൊക്കെ എപ്പോഴാണ് എടുക്കാൻ പോകുന്നത്? പെട്ടെന്ന് ഇതെന്താ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അല്ല, എവിടെയാ എങ്ങനെയാന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. അതാ ചോദിച്ചേ. നമ്മളിപ്പോ പോകുന്ന വർക്കിന്റെ ആവശ്യത്തിനല്ലേ, പിന്നെ എന്തിനാ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നേ? മാത്രമല്ല, നീ ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ. ഈ സമയത്ത് 100,000 കാര്യങ്ങൾ ആലോചിച്ചിരിക്കാൻ പാടില്ല. മര്യാദക്ക് നേരെ നോക്കി വണ്ടി ഓടിക്കും. ഇത് നല്ല കഥയായല്ലോ. അതെന്താ? എന്റെ കല്യാണക്കാരി എനിക്ക് സംസാരിച്ചൂടെ? എനിക്ക് പറയാൻ പാടില്ലേ? എന്താന്ന് വെച്ചാലേ, നീ ഇപ്പൊ എന്റെ ബോസാ. നമ്മുടെ കല്യാണക്കാരി സംസാരിക്കേണ്ട സമയം ഇതല്ലല്ലോ. ആ സമയത്ത് കല്യാണത്തിന്റെ കാര്യം പറയാം. കാര്യങ്ങൾ നോക്കാനേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. നീ ഇതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കമോൺ അമൂല്യ, നമ്മുടെ കല്യാണല്ലേ നടക്കാൻ പോകുന്നേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതും ഇപ്പൊ സംസാരിക്കണ്ട. വൈകിട്ട് 6 മണി വരെ നീ എന്റെ ബോസാ. നിനക്കിങ്ങനെ പെട്ടെന്ന് സ്വഭാവം മാറ്റാനുള്ള കഴിവുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കാണെങ്കിലേ നിന്റെ കഴിവിനനുസരിച്ച് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോ നിന്നെ ബോസായിട്ടാ കാണുന്നേ. അപ്പൊ ബോസായിട്ട് പെരുമാറുന്നത് തന്നെയല്ലേ നല്ലത്? അതെന്താ അമൂല്യ, നീ എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, ഞാൻ ബോസിന്റെ വാക്ക് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രമേ ബോസിന്റെ കള്ളച്ചെറുക്കനാവൂ. ഇത് ബോസിന്റെ റൂൾസ് അല്ലേ, അതൊന്നും മറക്കല്ലേ. റൂൾസിന്റെ കാര്യം കറക്റ്റാ. അത് വെച്ച് ഞാൻ തന്നെ ഇപ്പോഴും നിന്റെ ബോസ്, അതെനിക്ക് ഓർമ്മയുണ്ട്. ബോസ് ആയതുകൊണ്ട് എംപ്ലോയീസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. തെറ്റുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ ബോസിന്റെ എംപ്ലോയിയാ. 6 മണിക്ക് ശേഷം മാത്രമേ കാമുകയാവൂ. ബോസിന്റെ റോളിൽ നിൽക്ക്, ഞാൻ എന്റെ റോളിൽ നിൽക്കാം. ഓക്കെ? വിക്കി, എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞല്ല സത്യോ. ഈ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഷോക്കായിരിക്കും. എനിക്ക് സംഭവിച്ചത് ഒരു നോർമൽ ആക്സിഡന്റ് അല്ല, കൊല്ലാൻ നോക്കിയതാ. പിന്നെ വിക്കി ഇതെന്താ വേദാന്തേട്ടനോട് പറയാത്തെ? ഞാൻ എന്ത് പറയാൻ ആരതി? പറഞ്ഞ ആരെങ്കിലും അത് വിശ്വസിക്കും. അതുകൊണ്ടാ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. ഇതാ ശ്രീധർ, ഈ ചായ കുടിക്ക്. ചായ കുടിച്ചിട്ട് ജോലി ചെയ്യും. താങ്ക്സ് അമ്മേ. എന്തു പറ്റി? ഓഫീസിലെ പണികള് കുറച്ചു നാളായിട്ട് വളരെ അധികം കൂടിയിട്ടുണ്ടല്ലേ? അതെ അമ്മേ, ഓഫീസിൽ കുറച്ച് അധികം മാറ്റങ്ങളുടെ ആവശ്യമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. അല്ല,
അമ്മയുടെ മോക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവൾക്ക് എന്ത് കുഴപ്പം പറ്റാനാ? വളരെ നന്നായിട്ടിരിപ്പുണ്ട്. അവള് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതെ നോക്കിയാൽ മാത്രം മതി. പണ്ട് പഴമക്കാര് പറയാറില്ലേ, പാപി ചെല്ലുന്നിടം പാതാളമെന്ന്? അത് തന്നെ. അവള് കുറച്ച് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടമ്മേ. എന്താണെന്ന് വെച്ചാ ധ്രുവൻ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പട്ടിയുടെ വാലിന്റെ കാര്യം കേട്ടിട്ടില്ലേ? അവള് സഹിച്ചാൽ എന്താ, സഹിച്ചില്ലെങ്കിൽ എന്താ? എന്റെ ഉള്ളില് ധ്രുവ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വന്നില്ലേ, അതിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ഉണ്ടായിട്ടും അവനൊരു അനാഥനെ പോലെ എവിടെയൊക്കെയോ ജീവിച്ചില്ലേ ഇത്രയും നാളും. ഇത്രയും നാള് കഴിഞ്ഞിട്ട് ഈശ്വരന് ധ്രുവന്റെ മേല് ഇപ്പോഴെങ്കിലും കരുണ കാണിക്കാൻ തോന്നിയല്ലോ. എനിക്കതോർത്ത് സമാധാനമുണ്ട്. ഈ കാര്യത്തില് ഞാൻ വേദാന്തിനോട് 2-3 പ്രാവശ്യം സംസാരിച്ചതാ. പക്ഷെ സുഹാസിനി ഇതിനൊന്നും സമ്മതിച്ചതേയില്ല. പക്ഷെ ഇപ്പോ അവളെ എതിർക്കാൻ ഒരു പെണ്ണ് വന്നിരിക്കല്ലേ. എന്റെ മരുമകൾ അമൂല്യ നമ്മൾ വിചാരിക്കുന്ന എല്ലാം നേടിയെടുക്കും. ഇതിനു വേണ്ടി തന്നെയല്ലേ ശ്രീധർ അമ്മുവിനെ തന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരണമെന്ന് വാശി പിടിച്ചത്? അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ അമ്മേ. വേദാന്തിന്റെ മനസ്സിൽ അമൂല്യയെ കുറിച്ച് നല്ല ഇമേജ് ഒക്കെ ഉണ്ടാക്കി അവരെ തമ്മിൽ പ്രണയിപ്പിച്ചതിന് പ്രധാന കാരണക്കാരി അമ്മയാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതെന്റെ സ്വാർത്ഥതയായിരുന്നു ശ്രീധർ. എന്റെ മകളെ എതിർക്കാൻ അവളെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ എന്റെ കൊച്ചുമക്കൾക്കൊപ്പം തന്നെ നിന്നത്. അമ്മ ചെയ്തത് നല്ല കാര്യ. എന്താണെന്ന് വെച്ചാ വേദാന്തിനെ മനസ്സിലാക്കി അവന്റെ കാര്യങ്ങൾ നന്നായി നടത്തി ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയ പെണ്ണ് തന്നെ വേണം. ആ മനക്കരുത്ത് അമൂല്യക്കുണ്ട്. അതാ എന്റെ സന്തോഷം. ബോസ്, ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ കാർ ഇവിടെ നിർത്തിയത്? ക്ലയന്റ് ഇങ്ങോട്ടേക്കാ വരുന്നേ. ഇങ്ങോട്ടേക്കോ? ഈ നടു റോഡിൽ വെച്ച് മീറ്റിംഗ് നടത്താൻ പാകത്തിലുള്ള ക്ലയന്റ് ഏതാ ബോസ്? അതെനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ക്ലയന്റാ. എന്റെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരാള്. ശരിക്കും അയാൾ എന്റെ ലൈഫിൽ ഒരു ആകാശം പോലെയാ. ഇൻഫാക്ട് ഇപ്പൊ ആ ക്ലയന്റ് ആണ് എന്റെ ജീവിതം തന്നെ. ഇത്രയും ബിൽഡപ്പ് ഒക്കെ തരാതെ ക്ലയന്റ് ആരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ ക്ലയന്റ് നീയാടി. ഇന്ന് ക്ലയന്റ് മീറ്റിംഗ് ഒന്നുമില്ല അമൂല്യ. ഞാൻ വെറുതെ പറഞ്ഞതാ. അതെ, സത്യം തന്നെയാണോ പറയുന്നത്? 100% സത്യോ. എന്ത് പരിപാടിയാ ഇത്? ഇത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയേനെ. ഓഫീസ് ടൈമിൽ വരില്ല എന്ന് പറഞ്ഞ് നീ ബഹളം വെക്കുമായിരുന്നില്ലേ? എല്ലാം നിന്റെ തെറ്റിദ്ധാരണ. സമയത്തിനനുസരിച്ച് ബോസ് ആവണം, കാമുകി ആവണം എന്നൊക്കെ പറയുന്നത് നീയല്ലേ? ആ ഓഫീസിൽ നിന്ന് എങ്ങനെയാ നിന്നെ കൊണ്ടൊന്ന് പുറത്തിറങ്ങാന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കാറിലിരുന്ന് വഴക്കിടാതെ സന്തോഷത്തോടെ വന്നൂടായിരുന്നോ? ഇപ്പോഴും നീ ഇത് തന്നെയല്ലേ ചെയ്യുന്നേ? ഞാൻ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോഴും നീ മുഖം വീർപ്പിച്ചോണ്ട് കാറിൽ ഇരിക്കുകയായിരുന്നില്ലേ? അയ്യോ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ റൗഡി ബേബി പറ്റിച്ചല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിന് ഞാൻ റിവഞ്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ റൗഡി ബേബി അല്ല. സിദ്ധാർത്ഥേ, ഞാൻ ഈ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഇൻവെസ്റ്റേഴ്സുമായിട്ട് എഗ്രിമെന്റ് നടത്താം. ഇവരുടെ കൊട്ടേഷൻ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറച്ച് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള മാർജിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ പിടിച്ചോ. താങ്ക്സ് അച്ഛാ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പ്രശ്നോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ അച്ഛാ. അല്ല സിദ്ധാർത്ഥ്, നിന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു ചിന്തയിലാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഞാൻ ആദ്യയുടെ കാര്യം ഓർക്കായിരുന്നു അച്ഛാ.
ആദ്യയുടെ കാര്യോ? എന്താ അത്? പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യ പുറത്തുനിന്ന് കാണുമ്പോ ഹാപ്പി ആയിട്ട് തോന്നുന്നതാ. പക്ഷെ അവളുടെ മനസ്സിലിപ്പോഴും കുഞ്ഞു പോയതിന്റെ വേദനയുണ്ട്. അവളതൊന്നും മറന്നിട്ടില്ല. അവൾക്ക് ഒരിക്കലും അതൊന്നും മറക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. നീ വിഷമിക്കണ്ട സിദ്ധാർത്ഥേ. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളില്ലല്ലോ. പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ സമാധാനിച്ചിരുന്നത്. പക്ഷേ എനിക്കിപ്പോ പ്രതീക്ഷയൊന്നുമില്ല. ഇല്ല സിദ്ധാർത്ഥേ, വേദാന്ത് ധ്രുവയോട് ക്ഷമിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. ദേ ഇപ്പൊ നോക്കിയേ, അവനെ കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി തിരിച്ചു വിളിച്ചത് കണ്ടില്ലേ? കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളും. ഇവര് ചേട്ടനും അനിയത്തിയും ഒരുപോലെ തന്നെയാച്ച. അവരെത്രയൊക്കെ വേദനിച്ചാലും സാരമില്ല. ചുറ്റുമുള്ളവരൊന്നും വേദനിക്കാൻ അവർ സമ്മതിക്കില്ല. ഇന്ന് തന്നെ ധ്രുവ ഓഫീസിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞിട്ട് വേദാന്ത ഏതോ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ട് പുറത്തോട്ട് പോയിരിക്കുക. ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ എല്ലാം ഇതുവരെ ശരിയായിട്ടില്ല അച്ഛാ. ഒരു കണക്കിന് പറഞ്ഞാൽ വേദാന്ത് നിന്ന് പുറത്തു പോയത് നന്നായില്ലേ സിദ്ധാർത്ഥേ? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും മുഖാമുഖം കണ്ടേ പറ്റൂ. ധ്രുവയുടെ ആദ്യ ദിവസമല്ലേ ഇത്. അവനെ കൊണ്ട് കഴിഞ്ഞതൊക്കെ മനസ്സിലിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പിന്നെ ഈ വർക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയവും വേണം. വേദാന്തിനെ എത്ര നാളിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇന്നല്ലെങ്കിൽ നാളെ മിങ്കിൾ ചെയ്തല്ലേ പറ്റൂ. സംസാരിക്കേണ്ടി വരും. അപ്പോഴേക്കും ധ്രുവ കമ്പനിയുമായിട്ടൊന്ന് സെറ്റ് ആവില്ലേ? സോ സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ? ഇതിലും വലിയ വേദനകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സിദ്ധാർത്ഥ്. എല്ലാം നല്ലതിനു വേണ്ടിയാണ്. അത് ശരി. അഹല്യയുടെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ബാക്ക് സ്റ്റോറി എന്ന് വെച്ചാ അങ്ങോട്ട് നിറയല്ലേ ഇങ്ങോട്ടാ. ആ അത് തന്നെ. എന്തിനാ ആ പെണ്ണ് നിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? അത് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. പക്ഷേ ഇത് തേർഡ് പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂലാ ഞാൻ കേട്ടോണ്ടിരുന്നത്. കാര്യങ്ങൾ നീ തന്നെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാ എനിക്കതിലൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. അതുകൊണ്ടാ ചോദിക്കുന്നേ. എന്നാ പറഞ്ഞു തരാം. കോളേജ് ഡേയ്സിലെ കഥകള്. എനിക്ക് പണ്ട് മുതലേ പെൺകുട്ടികളെ ഇഷ്ടമല്ല. നീ എന്നെ കണ്ടപ്പോ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇവള് നീ എന്നെ പ്രേമിച്ചേ പറ്റൂ, എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് വാശി പിടിച്ച് എന്റെ പിന്നാലെ നടന്നു. എന്നെ പോലെ ഭ്രാന്തുണ്ടോ? സത്യം പറഞ്ഞ നിന്നെക്കാളും വട്ടാണ് അവക്ക്. നിന്റെ വാശിക്കൊക്കെ ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കും, പർപ്പസ് ഉണ്ടായിരിക്കും, ലോജിക്കും ഉണ്ടായിരിക്കും. പക്ഷെ അവൾ അങ്ങനെയല്ല. വല്ലാത്ത സെൽഫിഷാണ്. ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്റെ കാര്യം നടക്കണം. അത് മാത്രം അവക്ക് ഒരു വല്ലാത്ത വാശിയാ. അവളോട് നിനക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവള് നിന്റെ പുറകെ വരുമായിരുന്നോ? അത് തന്നെയല്ലേ ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞേ. അവള് വല്ലാത്തൊരു സൈക്കോ ക്യാരക്ടറാ. ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റണ്ടേ? ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, എനിക്കൊന്നിനും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രത്യേകതരം വട്ടാ അവക്ക്. എന്റെ പേര് കയ്യിൽ പച്ചകുത്തി നടക്കുക. അത് മാത്രമല്ല, ഐ ലവ് യു ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ കോളേജിന്റെ മേലെന്ന് ചാടി ചാവൂ എന്ന് അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇവളുടെ കാര്യം ശരിക്കും കോമഡിയാണല്ലോ. നീ ഐ ലവ് യു എന്ന് ഒരാളോട് പറയണമെങ്കിൽ അവൾ ആദ്യം നിന്റെ മനസ്സിൽ കയറണം. അല്ലാതെ ബിൽഡിങ്ങിന് ചാടി ചാവൂന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല ഞാൻ പറഞ്ഞേ. അവളോട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മേലെന്ന് താഴേക്ക് ചാടി ചാവാൻ നിൽക്കുമായിരുന്നു. ഇത് അതിലും വലിയൊരു കോമഡി. അല്ല വേദാൻ, നീ ഐ ലവ് യു പറയാത്തതിന്റെ പേരിൽ അവള് ചാടിയാലേ നാളെ നിന്റെ മനസ്സ് മാറി ഇഷ്ടം പറയണമെന്ന് തോന്നുമ്പോ അവളുണ്ടാവില്ലല്ലോ. പോയിന്റ്. ഇത് ഈ കഴുതയ്ക്ക് മനസ്സിലായി, പക്ഷെ ആ കഴുതയ്ക്ക് മനസ്സിലായില്ലല്ലോ. ശരി, എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്താവാൻ? ചുമ്മാ എന്റെ പിറകെ നടന്ന് സമയം കളയണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കി പോന്നു. എന്നിട്ടോ? പിന്നെ സംഭവിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. ആ വട്ട് കേസ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾ അന്ന് തന്നെ താഴേക്ക് ചാടിയെന്ന്. പക്ഷെ ഞാൻ ഇതൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി പോയി.